Welcome to my YouTube channel Code Learner. Last video C program use multi-way decision making statement switch case break This video we discuss C use break and continue statement. That is break is a loop exit use keyword break. Continue is a reverse operation. Break is a reverse operation. Loop continue use keyword break. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ആയതും ഒന്ന് ചെയ്തു നോക്കാം. then അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് C പ്രോഗ്രാമിനകത്ത് വരുന്ന go to സ്റ്റേറ്റ്മെന്റ് ആണ്. go to സ്റ്റേറ്റ്മെന്റ് നോർമലി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാറില്ല. പക്ഷേ എങ്കിലും കൂടി അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് സ്ലൈഡിലോട്ട് കടക്കാം. ചില കേസിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലൂപ്പിൽ നിന്ന് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ലൂപ്പിൽ നിന്ന് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ആ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് വീണ്ടും ജമ്പ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്രോഗ്രാമിനകത്ത് ഒരു 10 ലൈൻസ് ഓഫ് കോഡ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 5ാമത്തെ ലൈന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് പോകണം എന്ന് കരുതുക. അതായത് ആ ലൂപ്പിനുള്ളിൽ ബാക്കി ഇനിയും 5 സ്റ്റെപ്പും കൂടി ഉണ്ട്. ആ 5 സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വീണ്ടും ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് തന്നെ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. ഇനി അതല്ല നിങ്ങൾക്ക് ലൂപ്പിൽ നിന്ന് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസേജ്. നമുക്കൊരു എക്സാമ്പിൾ കോഡ് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ആ ഫോർ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ i = 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10,000 വരെയാണ് ലൂപ്പ് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ ലൂപ്പ് എന്നുള്ളൊരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലൂപ്പിനുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. ഇവിടെ ഐൻ്റെ വാല്യൂ ഇനീഷ്യലി 1 ആണ്. സോ 1 ലെസ് ദാൻ 10,000 ആണെന്ന് ചെക്ക് ചെയ്യും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇനി ഇവിടെ ഒരു ഈഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ, ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്നുള്ളൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഹായ് എന്നുള്ളൊരു മെസ്സേജ് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു കണ്ടിന്യൂ എന്നുള്ളൊരു കീവേഡ് കൊടുത്തിട്ടുണ്ട്, കണ്ടിന്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ട ഉടനെ തന്നെ കൺട്രോൾ നേരെ ഇങ്ങോട്ടാണ് ജമ്പ് ചെയ്യുക, അല്ലാണ്ട് താഴോട്ട് പോകില്ല. അപ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ ഇങ്ങോട്ട് വരും. ഐൻ്റെ വാല്യൂ 2 ആക്കും, 1ൽ നിന്ന് 2 ആക്കും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അഗെയിൻ ഇഫ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ വീണ്ടും ഹായ് എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. അഗെയിൻ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യും, i = 3 ആക്കും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതുവരെ പോകും, 50 വരെ പോകും. ഐൻ്റെ വാല്യൂ 50 ആയി കഴിഞ്ഞാൽ അഗെയിൻ ഇങ്ങോട്ട് കൺട്രോൾ ജമ്പ് ചെയ്യും, അതിൻ്റെ വാല്യൂ 51 ആക്കും. ദെൻ 51 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 ആണോ നോക്കും, അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 51 ലെസ് ദാൻ 50 ആണോ നോക്കി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ നോക്കി, അത് ഫാൾസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ എന്തെങ്കിലും കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഇനി ഇവിടെ ചെക്ക് ചെയ്യണം i = 51 ആണോ എന്ന്. i = 51 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൂപ്പിൽ നിന്നാണ് എക്സിറ്റ് ചെയ്യുക, അല്ലാണ്ട് ഈഫ് ബ്ലോക്കിൽ നിന്നല്ല. ഇതൊരു ബ്ലോക്കാണ്, ഈഫ് ബ്ലോക്കാണ്. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിൽ നിന്നാണ് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ലൂപ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പും ഈഫ് ബ്ലോക്കും രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ട ഉടനെ തന്നെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. പിന്നെ ലൂപ്പിനെ പുറത്തോട്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേജ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിനെ പുറത്തോട്ട് കടക്കാനാണ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് വീണ്ടും ജമ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ആക്ഷൻസ് ആണ് ചെയ്യുക. നെക്സ്റ്റ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് C പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ്. ഗോ ടു നോർമലി ഒട്ടുമിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും എൻകറേജ് ചെയ്യാറില്ല. അത് നല്ലൊരു മെത്തേഡല്ല. കാരണം പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഫ്ലോ നമുക്ക് ട്രേസ് ചെയ്യാനും ബുദ്ധിമുട്ടാകും ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് നിങ്ങളൊരു പ്രോഗ്രാമിനകത്തുള്ള ഒരു സ്റ്റെപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് ജമ്പ് ചെയ്യാനാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ചെയ്തു നോക്കാം.
മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. അൺകണ്ടീഷണൽ ഗോ ടു ഉണ്ട്, കണ്ടീഷണൽ ഗോ ടു ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഗോ ടു എന്നുള്ള കീവേഡ് എഴുതും, പിന്നെ ഒരു ലാബൽ എഴുതും. ലാബലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. അപ്പോൾ ഗോ ടു ലാബൽ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാമിനകത്ത് കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ നേരെ ആ ലാബൽ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണോ വരുന്നത് അങ്ങോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് കൺട്രോൾ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. പിന്നെ തിരിച്ചിങ്ങോട്ട് പോക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് ട്രേസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ഫ്ലോ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് അൺകണ്ടീഷണൽ ഗോ ടു ആണ്. ഒരു ചെറിയൊരു പ്രോഗ്രാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് എന്നുള്ളൊരു ലാബിൽ കൊടുത്തിട്ടുണ്ട്. വെൽക്കം എന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഗോ ടു സ്റ്റാർട്ട്. അപ്പോൾ ഗോ ടു സ്റ്റാർട്ട് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ലാബിലോട്ട് വരും. അഗെയിൻ വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. വീണ്ടും ഇങ്ങോട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടിലോട്ട് പോകും, വെൽക്കം പ്രിൻ്റ് ചെയ്യും. വീണ്ടും സ്റ്റാർട്ടിലോട്ട് പോകും, വെൽക്കം പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം സ്റ്റോപ്പ് ആവലുണ്ടാവില്ല. പ്രോഗ്രാം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അൺകണ്ടീഷണൽ ഗോ ടു. ഇനി കണ്ടീഷണൽ ഗോ ടു ഉണ്ട്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് ജമ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഗോ ടു ഔട്ട്പുട്ട് അണ്ടർസ്കോർ 1. നിങ്ങൾക്ക് ഈ ലാബിൽ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് അണ്ടർസ്കോർ 1 എന്നുള്ള ലാബിലോട്ട് ജമ്പ് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് അണ്ടർസ്കോർ 1 എന്നുള്ള ലാബിൽ ഇവിടെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എ ഈസ് ബിഗ്ഗസ്റ്റ് എന്നിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്യും. ദെൻ ഗോ ടു സ്റ്റോപ്പ്. അതിനുശേഷം എന്ത് ചെയ്യും, ഗോ ടു സ്റ്റോപ്പ്. സ്റ്റോപ്പിലോട്ട് പോകണം. സ്റ്റോപ്പ് ഇവിടെയാണ്. പിന്നെ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എക്സിക്യൂട്ട് ആവലുണ്ടാവില്ല. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ ഗോ ടു. അങ്ങനെ രണ്ട് ടൈപ്പ് ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. നമുക്കിതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമ്മൾ ഓൺലൈൻ കമ്പൈലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഫസ്റ്റ് നമുക്കൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ഓഫ് വെൽക്കം എന്നുള്ളൊരു മെസ്സേജ് ഫസ്റ്റ് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യാം. ഒരു ന്യൂ ലൈനും കൊടുത്തതിന് ശേഷം അടുത്ത ലൈനിലോട്ട് കഴ്സർ ജമ്പ് ചെയ്യാൻ ദെൻ ഒരു ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ഗോ ടു സ്റ്റെപ്പ് 1. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ തൽക്കാലം സ്റ്റെപ്പ് 1 എന്നുള്ളൊരു പേരാണ് ആ ലാബലിന് കൊടുക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ലാബലിലോട്ട് ജമ്പ് ചെയ്യാനാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കാം. പ്രിൻ്റ് ഓഫ് ഒരു ഹായ് എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ, ഹായ് എന്നുള്ളൊരു മെസ്സേജും പിന്നെ ഒരു ന്യൂ ലൈനും അടുത്ത ലൈനിലോട്ട് കഴ്സർ ജമ്പ് ചെയ്യാൻ എഗെയിൻ ഒരു പ്രിൻ്റ് ഓഫും കൂടി കൊടുക്കാം. പ്രിൻ്റ് ഓഫ് ബായ് എന്നുള്ളൊരു മെസ്സേജും കൂടി പ്രിൻ്റ് ചെയ്യിക്കാം, ഒരു ന്യൂ ലൈന് പ്രിൻ്റ് ചെയ്യിക്കാം. ഇനി നമ്മുടെ ഒരു ലാബൽ കൊടുക്കാം. അതായത് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ടൊരു ലാബൽ കൊടുക്കാം. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പ്രിൻ്റ് ഓഫ് കൊടുക്കാം. പ്രിൻ്റ് ഓഫ് ഹൗ ആർ യു എന്നുള്ള ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ 1 2 3 4 പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ വെൽക്കം ഹൗ ആർ യു എന്നുള്ള മെസ്സേജ് മാത്രമേ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ. വെൽക്കം ഹൗ ആർ യു. അതെങ്ങനെ വന്നത്? ഇവിടെ ഫസ്റ്റ് പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്തു. പിന്നെ ഗോ ടു സ്റ്റെപ്പ് 1 ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ ഈ ഹൗ ആർ യു പ്രിൻ്റ് ചെയ്യും. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും സ്കിപ്പ് ചെയ്യും. പിന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യലുണ്ടാവില്ല. അതുകൊണ്ടാണ് സി പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കറേജ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ആകെ കൺട്രോൾ ഫ്ലോ ആകെ തെറ്റും. അപ്പോൾ ഇതാണ് അൺകണ്ടീഷണൽ ഗോ ടു. ഇനി കണ്ടീഷണൽ ഗോ ടു ഉണ്ട്. കണ്ടീഷണൽ ഗോ ടുവിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ എഴുതേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഒരു തൽക്കാലം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻഡ് ഐ ഈക്വൽ ടു ഒരു 10 എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം. ഐ ഈക്വൽ ടു 10. എന്നിട്ട് നമുക്കൊരു വെൽക്കം മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാം. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ വെൽക്കം മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കാം. നമുക്കൊരു ഈഫ് കണ്ടീഷൻ കൊടുക്കാം. ഈഫ് ഐ ഈക്വൽസ് 10 ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ടാബ് സ്പേസും കൊടുക്കാം. അത് നിർബന്ധമല്ല, വൈസല്ല ടാബ് സ്പേസ് കൊടുക്കൽ. ഗോ ടു സ്റ്റെപ്പ് 1. അതിനുശേഷം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുക. വെൽക്കം പ്രിൻ്റ് ചെയ്യും. ഐൻ്റെ വാല്യൂ 10 ആണ്. 10 ആണെങ്കിൽ എന്ത് ചെയ്യും, ഹൗ ആർ യു എന്നാണ് പ്രിൻ്റ് ചെയ്യും. ഈ ഗോ ടു സ്റ്റെപ്പ് 1 ആണ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ചെയ്യാം സ്ക്രീന്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഐൻ്റെ വാല്യൂ നിങ്ങൾ 11 കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആയി. അപ്പോൾ എന്ത് ചെയ്യും, കൺട്രോൾ പിന്നെ ഇങ്ങോട്ടാണ് വരിക. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഹൗ ആർ യുവും പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷണൽ ഗോ ടു. അപ്പോൾ മെയിനായിട്ടും ഒന്നുകൂടി പറയാനുള്ളത്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും അത്ര എൻകറേജ് ചെയ്യുന്നില്ല. അത് യൂസ് ചെയ്യുന്നത് കോഡിനെ, നിങ്ങളെ കൺട്രോൾ ഫ്ലോനെ ട്രേസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.